CAA സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് അഥവാ പൗരത്വ ഭേദഗതി നിയമം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ രാജ്യത്ത് വീണ്ടും CAA ചൊല്ലിയിട്ടുള്ള ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. അതിന്റെ കാരണം എന്തെന്നാൽ ഈ മാർച്ച് 11 തീയതിയാണ് CAA ആയി ബന്ധപ്പെട്ട ഒരു വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കുന്നത്. അതുവഴി CAA എന്ന് പറയുന്ന ആ ഒരു നിയമം രാജ്യത്തുടനീളം നിലവിൽ വരികയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംസ്ഥാന സർക്കാരുകൾ പ്രതികരിക്കുന്നു, ഒരുപാട് രാഷ്ട്രീയ കക്ഷികൾ പ്രതികരിക്കുന്നു, ഒരുപാട് പേര് അതിനെ അനുകൂലിക്കുന്നു. അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾക്കും അതോടൊപ്പം ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രകടനങ്ങൾക്കും ഒക്കെയാണ് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശരിക്കും എന്താണ് ഈ CAA എന്നുള്ളത്. നമ്മൾ ജസ്റ്റ് എന്താണെന്ന് മാത്രം നോക്കുകയല്ല, പ്രധാനമായിട്ടും ഇതിനെ എതിർക്കുന്നവരുടെ വാദങ്ങൾ എന്താണ്, ഇതിനെ അനുകൂലിക്കുന്നവരുടെ വാദങ്ങൾ എന്താണ്, അതോടൊപ്പം നമ്മൾ നോക്കേണ്ടതാണ് ജവഹർലാൽ നെഹ്റു ലിഖായത്ത് കരാർ. എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ വിശദമായിട്ട് തന്നെ സംസാരിക്കുന്നതായിരിക്കും. പ്രധാനമായിട്ടും എതിർക്കുന്നവരുടെയും സപ്പോർട്ട് ചെയ്യുന്നവരുടെയും വാദമാണല്ലോ നമുക്കറിയേണ്ടത്, അല്ലേ? ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ്. അപ്പോൾ അതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ആദ്യം നമുക്ക് മനസ്സിലാക്കാം എന്താണ് CAA അഥവാ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്നുള്ളത്. വർഷം 1955 പൗരത്വ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ലോക്സഭയിൽ ആദ്യമായിട്ട് CAA ബില്ല് അവതരിപ്പിക്കപ്പെടുന്നത് വർഷം 2016 പിന്നീട് ഈ ബില്ല് സംയുക്ത പാർലമെന്റ് കമ്മിറ്റിക്ക് അയക്കപ്പെടുകയാണ്. ഇതിന്റെ റിപ്പോർട്ട് വർഷം 2019 ജനുവരി 7 സമർപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. തൊട്ടടുത്ത ദിവസം, അതായത് ജനുവരി 8, 2019 ഈ ബില്ല് ലോക്സഭയിലേക്ക് പാസ് ചെയ്യപ്പെടുകയാണ്, ലോക്സഭയുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഈ സമയം എന്ന് പറയുന്നത് ഇലക്ഷൻ ചൂടി നിൽക്കുന്ന സമയമാണ്. മാത്രമല്ല ഇലക്ഷന് മുന്നോടിയായിട്ട് അന്നുണ്ടായിരുന്ന 16ാമത് ലോക്സഭ പിരിച്ചുവിടുകയും ചെയ്യണമല്ലേ. അപ്പോൾ ഇതൊക്കെ കാരണം അതിന്റെ നടപടിക്രമങ്ങൾ പിന്നീട് അങ്ങോട്ട് വൈകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇലക്ഷനുമായി സംബന്ധിച്ച് അന്നുണ്ടായിരുന്ന 16ാമത് ലോക്സഭ പിരിച്ചുവിടുകയും പുതിയ ഇലക്ഷൻ നടക്കുകയും 17ാമത് ലോക്സഭ അധികാരത്തിൽ വരികയും ചെയ്യുകയാണ്. 17ാമത് ലോക്സഭയിൽ അഥവാ നിലവിലുള്ള ലോക്സഭയിൽ ആദ്യമായിട്ട് ഈ ബില്ല് അവതരിപ്പിക്കപ്പെടുന്നത് 2019 ഡിസംബർ 9 തൊട്ടടുത്ത ദിവസം, അതായത് ഡിസംബർ 10 ലോക്സഭ ഇതിന് അംഗീകാരം കൊടുക്കുകയാണ്. ഡിസംബർ 11 രാജ്യസഭ, അതായത് അപ്പർ ഹൗസ് ഓഫ് പാർലമെന്റ് ഇതിന് അംഗീകാരം കൊടുക്കുകയാണ്. ഡിസംബർ 12 അന്നത്തെ പ്രസിഡന്റ്, രാഷ്ട്രപതിയായിട്ടുള്ള ശ്രീ രാംനാഥ് കോവിന്ദും ഇതിന് അംഗീകാരം കൊടുക്കുകയാണ്. അങ്ങനെ ഈ ബില്ല് എന്നുള്ളത് ഒരു ആക്ട് ആയിട്ട് മാറുകയാണ്. വർഷം 2014 ഡിസംബർ 31 അതിനു മുമ്പോ രാജ്യത്തേക്ക് പ്രവേശിച്ച അനധികൃത കുടിയേറ്റക്കാർക്ക് പൗരത്വം കൊടുക്കുന്നതിനെ പറ്റിയിട്ടാണ് CAA പറഞ്ഞിട്ടുള്ളത്. അതായത് അതിനുശേഷം രാജ്യത്തേക്ക് വന്ന കുടിയേറ്റക്കാർക്ക് പൗരത്വം കൊടുക്കുന്നതിനെ പറ്റിയിട്ട് ഇത് പരാമർശിക്കുന്നില്ല. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുമുള്ള 6 മത ന്യൂനപക്ഷങ്ങൾ, അതായത് ഹിന്ദുക്കള്, സിഖുകാര്, ബുദ്ധമതക്കാര്, ജൈനന്മാര്, പാർസികൾ, ക്രിസ്ത്യാനികൾ എന്നീ മതവിഭാഗങ്ങളിൽപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാർക്കാണ് CAA പ്രകാരം പൗരത്വത്തിന് അപേക്ഷ നൽകാൻ സാധിക്കുക. പക്ഷേ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. ഒന്നാമത്തത് 2014 ഡിസംബർ 31 മുമ്പ് അവർ രാജ്യത്ത് പ്രവേശിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. രണ്ടാമത്തത് കഴിഞ്ഞ 12 മാസം, അതായത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് രാജ്യം വിട്ടു പോകാതെ അവർ ഈ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ, ഈ 12 മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു 14 വർഷത്തെ കാലഘട്ടം എടുക്കുക. ഈ 14 വർഷ കാലഘട്ടത്തിൽ ഇവർ 11 വർഷമെങ്കിലും ഈ രാജ്യത്തുണ്ടായിരിക്കണം. അതായത് ഈ 14 വർഷ കാലഘട്ടത്തിൽ ഇവർ 2 വർഷം മറ്റൊരു രാജ്യത്ത് പോയി താമസിച്ചു തിരികെ വന്നു എന്നും പറഞ്ഞ് പ്രശ്നമല്ല. ബാക്കി തികയുമല്ലോ, 11 വർഷം വീണ്ടും തികയുമല്ലോ. പക്ഷേ 14 വർഷത്തെ ടൈം പീരീഡിൽ 11 വർഷമെങ്കിലും ഈ രാജ്യത്തുണ്ടായിരിക്കണം. ഈ 3 കണ്ടീഷൻ പ്രകാരം ഉണ്ടെങ്കിൽ അവർക്ക് പൗരത്വത്തിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഈ കണ്ടീഷൻ 3 സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് പൗരത്വം കിട്ടണമെന്ന് നിർബന്ധമില്ല. അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തും. അവരാരാണ്, എന്താണ്, അവർക്ക് കേസുകളുണ്ടോ, മറ്റു രാജ്യത്തെ പ്രശ്നക്കാരാണോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് വ്യക്തവും ശക്തവുമായിട്ട് പരിശോധിച്ച ശേഷം മാത്രമേ അവർക്ക് പൗരത്വം കൊടുക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് സർക്കാർ തീരുമാനിക്കത്തുള്ളൂ. ഇപ്പോൾ പറഞ്ഞത് CAA പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ അഥവാ ആമുഖം മാത്രമാണ്. ഇനി നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. എന്താണ് പൗരത്വം, ആരാണ് ഇന്ത്യൻ പൗരന്മാരെന്ന് നമുക്ക് പരിശോധിക്കാം. രാഷ്ട്രം രൂപീകരിക്കുന്ന ജനങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് പൗരത്വം എന്നുള്ള വാക്കുകൊണ്ട് നിർവചിക്കുന്നത്. നമ്മൾ ഓരോ വ്യക്തികൾക്കും രാജ്യത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുക ചില കടമകളും ബാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മളുടെ രാജ്യം നമുക്ക് തരുന്ന ചില അംഗീകാരങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ തന്നെ ഗവൺമെന്റിനെ നമുക്ക് വോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നു, നമുക്ക് സ്ഥലം മേടിക്കാൻ പറ്റുന്നു, നമുക്ക് നിയമപരമായിട്ടുള്ള സംരക്ഷണം നൽകുന്നു, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് കോടതിയെ സമീപിച്ച് നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം, നമ്മൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഭൂമി മേടിക്കാം. നമ്മളുടെ രാജ്യം നമുക്ക് നൽകിയിട്ടുള്ള പൗരത്വം വഴി നമുക്ക് ലഭിക്കുന്ന അവകാശങ്ങളാണ് ഇവയൊക്കെ. നമുക്ക് പൗരത്വം ഇല്ലെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാൻ പോലും സാധിക്കില്ല. പൗരത്വത്തെ പറ്റി നമ്മൾ പറഞ്ഞു. പക്ഷേ ആരാണ് ഇന്ത്യൻ പൗരൻ? നമ്മളെല്ലാവരും ഇന്ത്യൻ പൗരനാണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടന നമുക്ക് രാജ്യത്തുടനീളം ഏക പൗരത്വമാണ് നൽകുന്നത്. നമ്മൾ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം പോയി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ ഇന്ത്യൻ പൗരത്വം ക്യാൻസൽ ആവും. പലർക്കുമുള്ളൊരു സംശയമാണ്, നമുക്ക് ഇന്ത്യൻ പൗരനും അതോടൊപ്പം മറ്റൊരു രാജ്യത്തെ പൗരനുമായിട്ടിരിക്കാൻ സാധിക്കുമോ? ഇല്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം
രാജ്യം ഡുവൽ പൗരത്വം അനുവദിക്കുന്നില്ല. നിങ്ങൾ വേറെ രാജ്യത്ത് പോയിട്ട് പൗരത്വം എടുക്കുന്ന ആ നിമിഷം ഇന്ത്യൻ പൗരത്വം നിങ്ങളുടെ കട്ടാവുന്നതായിരിക്കും. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 11 പ്രകാരം പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. അതുവഴിയാണ് വർഷം 1955 പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയിട്ടുണ്ടായിരുന്നത്. എൻട്രി 17 7ാം ഷെഡ്യൂളിന് കീഴിലുള്ള ലിസ്റ്റ് 1 പ്രകാരം പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന് പാർലമെന്റിന് പ്രത്യേക അധികാരമുണ്ട്. അതിൻ്റെ അകത്ത് ഭേദഗതി കൊണ്ടുവരാനും പാർലമെന്റിന് സാധിക്കും. വർഷം 1987 വരെ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരനാകണമായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ജനിച്ചാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ പിന്നീട് പ്രശ്നങ്ങൾ സംഭവിച്ചത് ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും അനധികൃതമായിട്ട് ഒരുപാട് കുടിയേറ്റക്കാർ ഇങ്ങോട്ട് വരികയാണ്. അവരുടെ കുട്ടികൾ ഇവിടെ ജനിക്കുമ്പോഴേക്കും ആ ഒരു കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടുന്ന നിലയിലേക്ക്, അതായത് ബൈ ഡീഫോൾട്ട് ഇന്ത്യൻ പൗരത്വം കിട്ടുന്ന നിലയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാവും. അതിനെ ചൊല്ലിയിട്ട് ഒരുപാട് ചർച്ചകളും പ്രതിഷേധങ്ങൾക്കും വകവയ്ക്കുകയാണ്. അങ്ങനെ പുതിയ നിയമം നിലവിൽ വരികയാണ്. ഇവിടെ ജനിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ മാതാപിതാക്കളിൽ അച്ഛനോ അമ്മയോ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരൻ ആയിരിക്കണം എന്ന് കൂടിയിട്ടൊരു നിയമം നിലവിൽ വരികയാണ്. 2004 മറ്റൊരു ഭേദഗതി കൂടി വരികയാണ്. അതായത് മാതാപിതാക്കളിൽ അച്ഛനോ അമ്മയോ ഒരാൾ എന്തായാലും ഇന്ത്യൻ പൗരനായേ പറ്റത്തുള്ളൂ. പക്ഷെ മറ്റൊരാളുണ്ടല്ലോ, രണ്ടാമതുള്ള പേരന്റ് ഒരു അനധികൃത കുടിയേറ്റക്കാരനാകാൻ പാടില്ല. അനധികൃത കുടിയേറ്റക്കാരനല്ലാതെ ഇന്ത്യൻ പൗരനല്ലാതെ അതിനെങ്ങനെ സാധ്യമാകും എന്നായിരിക്കും നിങ്ങൾ ചോദിച്ചിട്ടുള്ളതല്ലേ. ഒരു ഇന്ത്യൻ പൗരനായിട്ടുള്ള പുരുഷനെയും ഒരു നിയമപരമായിട്ട് നമ്മുടെ രാജ്യത്ത് വന്ന് താമസിക്കുന്ന ഒരു വിദേശ വനിത എടുക്കുക, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരയായിട്ടുള്ള ഒരു സ്ത്രീയെയും ഇങ്ങോട്ട് വന്നിട്ടുള്ള നിയമപരമായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരു വിദേശ പുരുഷനെയും എടുക്കുക. ഇവർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം ലഭിക്കും. മറിച്ച് പുരുഷൻ ഇന്ത്യൻ പൗരനാണ്, സ്ത്രീ എന്ന് പറയുന്നത് അനധികൃത കുടിയേറ്റക്കാരിയാണെങ്കിൽ പൗരത്വം ലഭിക്കില്ല. ഇനി മറിച്ച് സ്ത്രീ ഇന്ത്യൻ പൗരയാണ്, പുരുഷൻ എന്ന് പറയുന്നത് അനധികൃത കുടിയേറ്റക്കാരനാണെങ്കിലും പൗരത്വം ലഭിക്കില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസ് 2004 നിലവിൽ വരികയാണ്. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമായി, ആരാണ് അനധികൃത കുടിയേറ്റക്കാർ? നമ്മളുടെ രാജ്യത്തുള്ള അനധികൃത കുടിയേറ്റക്കാർ ആരാണ്? 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് മുമ്പോട്ട് വയ്ക്കാൻ പറ്റുക. ഒന്ന്, മറ്റൊരു വിദേശ രാജ്യത്ത് നിന്നും ഇന്ത്യയിലേക്ക് വ്യക്തമായിട്ടുള്ള ട്രാവൽ ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ വരുന്നവർ. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ കൊറിയയിൽ നിന്നും, സൗത്ത് കൊറിയയിൽ നിന്നും ഒരാൾ ഇന്ത്യയിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന് ഉണ്ടാകേണ്ട ഡോക്യുമെൻറ്റ്സ് എന്താണ്? ഒന്നാമത്തത്, സൗത്ത് കൊറിയൻ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ഒരു വാലിഡ് പാസ്പോർട്ട് വേണമല്ലേ. പാസ്പോർട്ട് കാലാവധി കഴിയാൻ പാടില്ല. ഫേക്ക് പാസ്പോർട്ട് ആയിക്കൂടാ, ഒറിജിനൽ പാസ്പോർട്ട് തന്നെ വേണമല്ലോ, അവിടുത്തെ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളതാകണം. അതോടൊപ്പം അദ്ദേഹം ഇന്ത്യയിലെ ഇന്ത്യൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം, ഇന്ത്യ രാജ്യം അംഗീകരിക്കണം. അങ്ങനെ ഈ 2 കാര്യങ്ങളും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യ രാജ്യത്തേക്ക് പ്രവേശിക്കാം. ഇതെന്ന് പറയുന്നത് തീർത്തും നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് വിദേശ യൂട്യൂബേഴ്സൊക്കെ ഇന്ത്യയിൽ വ്ലോഗ് ചെയ്യുന്ന കാണാം, കേരളത്തിലടക്കം വന്ന് വ്ലോഗ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ നിയമപരമായിട്ട് ഒരു വാലിഡ് പാസ്പോർട്ടും വാലിഡ് വിസയുമായിട്ട് വരുന്നവരാണ്. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ നിന്നും 2 രാജ്യങ്ങൾക്ക് മാത്രം ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഏത് രാജ്യങ്ങളാണെന്ന് നോക്കുകയാണെങ്കിൽ നേപ്പാളും ഭൂട്ടാനുമാണ്. നേപ്പാളും ഭൂട്ടാൻ എന്നീ 2 രാജ്യങ്ങളിൽ നിന്നുമുള്ള വ്യക്തികൾക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ പാസ്പോർട്ടും വേണ്ട, വിസയും വേണ്ട. നമുക്കും അങ്ങനെ തന്നെ, നമ്മൾ നേപ്പാളിലൊക്കെ പോവുകയാണെങ്കിൽ ചുമ്മാ ഒരു ആധാർ ID കാർഡ് കാണിച്ചുകൊണ്ട് നേപ്പാളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. എന്തായാലും ഞാൻ ഈ പറഞ്ഞ വ്യക്തമായിട്ടുള്ള ട്രാവൽ ഡോക്യുമെന്റ്സ് ഇല്ലാതെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നവരെ അനധികൃത കുടിയേറ്റക്കാരായിട്ട് കാണും. ഒരു വാലിഡ് പാസ്പോർട്ടും വാലിഡ് വിസയുമാണ് അതിൻ്റെ അടിസ്ഥാന മാനദണ്ഡം. പിന്നീടും ചെറിയ ചെറിയ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. എന്തായാലും അതൊരു കാര്യമാണെന്ന് മനസ്സിലായല്ലോ. രണ്ടാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, വാലിഡ് പാസ്പോർട്ടാണ്, വാലിഡ് വിസയാണ്, പക്ഷേ വിസയ്ക്ക് ഒരു കാലാവധിയുണ്ട്. നമുക്കറിയാം പല രാജ്യങ്ങളിലും ടൂറിസ്റ്റ് വിസ 3 മാസം അഥവാ 90 ദിവസമാണല്ലേ. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന ഒരു അമേരിക്കക്കാരന് ഇന്ത്യ കൊടുത്തിട്ടുള്ള വിസ കാലാവധി 90 ദിവസമാണെന്ന് വെക്കുക. പക്ഷേ അദ്ദേഹം 90 ദിവസം കഴിഞ്ഞിട്ടും ഈ രാജ്യത്ത് നിന്ന് പോയിട്ടില്ലെങ്കിൽ, അതിനോടകം തന്നെ വിസ പുതുക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വിസ കാലാവധി കഴിഞ്ഞു നിൽക്കുന്നവരെയും അനധികൃത കുടിയേറ്റക്കാരായിട്ടാണ് നമ്മളുടെ രാജ്യം പരിഗണിക്കുക. എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഈ 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്നിൽ പെടുന്നവരെ അനധികൃത കുടിയേറ്റക്കാരായിട്ട് കാണാനും വർഷം 1946 ഫോറിനേഴ്സ് ആക്ട് പ്രകാരമോ വർഷം 1920 പാസ്പോർട്ട് ആക്ട് പ്രകാരമോ ഈ വ്യക്തികളെ ജയിലിലടയ്ക്കാനോ നാട് കടത്താനോ കോടതിക്ക് അധികാരമുണ്ടാകുന്നതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അനധികൃത കുടിയേറ്റക്കാരുണ്ടല്ലോ, രാജ്യത്തേക്ക് നിയമവിരുദ്ധമായിട്ട് പ്രവേശിച്ചവരുണ്ട്, അല്ലെങ്കിൽ വിസ കാലാവധി കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നവരുണ്ട്. ഇവർക്ക് പൗരത്വം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്രയും കാലം നിലനിന്നിട്ടുള്ള നിയമങ്ങൾ എങ്ങനെയായിരുന്നു? അതായത് ഈ CAA നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള സാഹചര്യം എന്തായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഇത്രയും കാലം ഉണ്ടായിരുന്ന നിയമപ്രകാരം അനധികൃത കുടിയേറ്റക്കാർക്ക് ഒരു കാരണവശാലും ഇന്ത്യൻ പൗരത്വത്തിന് സ്വദേശവൽക്കരണത്തിലൂടെ രജിസ്ട്രേഷനിലൂടെ ഒന്നും തന്നെ അപേക്ഷിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. പാസ്പോർട്ട് ആക്ട് ആയിരുന്നു നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് അനധികൃത കുടിയേറ്റക്കാരെ ജയിലടയ്ക്കാനോ ഡീബാർ ചെയ്യാനോ നാട് കടത്താനോ ഒക്കെയുള്ള അധികാരം സർക്കാരിനും കോടതികൾക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ 2 വാക്കുകൾ പറഞ്ഞായിരുന്നു. ഒന്ന് രജിസ്ട്രേഷനിലൂടെ പൗരത്വവും, 2 സ്വദേശവൽക്കരണത്തിലൂടെയുള്ള പൗരത്വം അല്ലേ. രജിസ്ട്രേഷനിലൂടെയുള്ള പൗരത്വം എങ്ങനെയാണ് അത് ആപ്ലിക്കബിൾ ആകുന്നതെന്ന് നോക്കുകയാണെങ്കിൽ അത് പ്രധാനമായിട്ടും ഇന്ത്യൻ വംശജരായിട്ടുള്ളവർക്കാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള മാതാപിതാക്കൾ അമേരിക്കയിൽ സെറ്റിലായി അമേരിക്കയിൽ ജനിച്ച ഒരു കുട്ടിക്ക്
അദ്ദേഹം വലുതാകുമ്പോഴേക്കും പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. 1955 പൗരത്വ നിയമം സെക്ഷൻ 5A പ്രകാരം ഒരു ഇന്ത്യൻ വംശജനായിട്ടുള്ള വ്യക്തിക്ക് രജിസ്ട്രേഷനിലൂടെ പൗരത്വത്തിന് അപേക്ഷിക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ അദ്ദേഹം 7 വർഷത്തോളം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. രണ്ടാമത്തത് അപേക്ഷിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 12 മാസങ്ങൾ അഥവാ 1 വർഷത്തോളം അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരിക്കണം, രാജ്യം വിട്ടുപോകാതെ. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അദ്ദേഹത്തിന് പൗരത്വത്തിന് അപേക്ഷിക്കാം. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഗവൺമെന്റിന് ഉറപ്പായാൽ മാത്രമേ അദ്ദേഹത്തിന് പൗരത്വം കൊടുക്കത്തുള്ളൂ. ഇനി സ്വദേശിവൽക്കരണത്തിലൂടെ, ഞാൻ നേരത്തെ സ്വദേശവൽക്കരണം എന്നാണ് പറഞ്ഞത്, സ്വദേശിവൽക്കരണമാണ് കേട്ടോ, ക്ഷമിക്കുക. എന്തായാലും അതിലൂടെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാൻ സാധിക്കുക? നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഒരുപാട് വിദേശികൾ ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നു, അവർ ഇന്ത്യൻ പൗരത്വം എടുക്കുന്നു. ഇതിനെങ്ങനെ സാധിക്കുന്നു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. 2 കണ്ടീഷൻ ആപ്ലിക്കബിൾ ആണ്. ഒന്നാമത്തത്, അവർ അപേക്ഷിക്കുന്നതിന് മുമ്പുള്ള 12 മാസക്കാലം അഥവാ 1 വർഷം അവർ രാജ്യം വിട്ടുപോകാതെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരിക്കണം. അതിനു മുമ്പുള്ള 14 വർഷത്തിലെ 11 വർഷത്തോളമെങ്കിലും, ഏറ്റവും കുറഞ്ഞത് 11 വർഷത്തോളവും അവർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഉണ്ടെങ്കിലും അവർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും. അതായത് ഒറ്റ വാക്കിൽ CAA എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുവാണെങ്കിൽ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങളിൽ നിന്നുമുള്ള 6 മത ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് പൗരത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വിദേശി നിയമം, പാസ്പോർട്ട് നിയമം, പൗരത്വ നിയമം എന്നിവയിൽ മാറ്റം വരുത്താനാണ് പൗരത്വ ഭേദഗതി നിയമം ലക്ഷ്യമിടുന്നത്. ഇനി നമുക്ക് CAAയുടെ സവിശേഷതകൾ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് വരുന്നത്. പക്ഷെ നമ്മളൊരു ചാപ്റ്റർ വൈസ് ചെയ്യുന്നതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും ഈ 3 രാജ്യങ്ങളിൽ നിന്നുമുള്ള 6 മത ന്യൂനപക്ഷങ്ങൾക്കാണ് പൗരത്വം ഇതുവഴി കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഇത് എളുപ്പമാക്കുന്നത് ഈ രാജ്യങ്ങളിൽ മതപരമായിട്ടുള്ള പീഡനം അഥവാ റിലീജിയസ് പെർസിക്യൂഷൻ നേരിടുന്ന മത ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് മതത്തിന്റെ പേരിലുള്ള പീഡനം മൂലം ഇന്ത്യയിൽ അഭയം പ്രാപിച്ചവരെയോ അഭയം പ്രാപിക്കാൻ നിർബന്ധിതരായവരെയോ സംരക്ഷിക്കുക എന്നുള്ളതാണ് നിയമത്തിന്റെ പ്രധാന ഉദ്ദേശം എന്നാണ് വാദം. ഇവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസംബർ 31, 2014 അതിന് മുമ്പൊക്കെ രാജ്യത്തുണ്ടായിരിക്കണം, അതിന് മുമ്പുള്ള 12 മാസം ഉണ്ടായിരിക്കണം, പിന്നീട് 14 വർഷ കാലഘട്ടത്തിലെ 11 വർഷം അവരുണ്ടായിരിക്കണം. ഇനി സർക്കാരിന്റെ രേഖകൾ ഇല്ലാത്തവരാണെങ്കിൽ അത് റിലാക്സ് ചെയ്ത് 5 വർഷം വരെയൊക്കെ ആക്കി കൊടുക്കുന്ന ഉടമ്പടികൾ ഇതിൻ്റെ അകത്തുണ്ട്. എന്തായാലും ഇങ്ങനെ പൗരത്വം ലഭിക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്ന സവിശേഷതകൾ എന്തെന്നാൽ, അവർ ഇന്ത്യയിലേക്ക് അനധികൃതമായിട്ട് പ്രവേശിച്ച ദിവസം മുതൽ അവരെ പൗരന്മാരാക്കി കണക്കാക്കിക്കൊണ്ടുള്ള ഒരു പൗരത്വമായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. അതായത് ഇന്നാണ് പൗരത്വം കൊടുക്കുന്നതെങ്കിൽ ഇന്ന് മുതൽ പൗരൻ എന്നല്ല, അന്ന് മുതലേ അവരെ ഒരു ഇന്ത്യൻ പൗരനായിട്ട് കാണുന്ന നിലയിലാണ് ഇവർക്ക് പൗരത്വം ലഭിക്കുക. രണ്ടാമത്തത്, അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഇവരുടെ പേരിൽ ഒരുപാട് കേസുകൾ കാണും. ചിലപ്പോൾ ജയിലിൽ കിടക്കുന്നവരുണ്ടാവും, ഒരുപാട് നിയമ നടപടികൾ നേരിടുന്നവരുണ്ടാവും. ആ ഒരു കേസുകളും ബാക്കി നിയമ നടപടികളും എല്ലാം ഒഴിവാക്കി കൊടുക്കും. അത് അനധികൃത കുടിയേറ്റമാണ്, അനധികൃതമായ രാജ്യത്തേക്ക് പ്രവേശിച്ചു എന്നുള്ള കേസ് മാത്രമാണ്. അല്ലാതെ അവരിവിടെ മറ്റെന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും മാറ്റാൻ പോകുന്നില്ല. അതിന് കറക്റ്റായിട്ട് അതിൻ്റെ നിയമം വഴിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കും. മാത്രമല്ല അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കൊടുക്കാനുള്ള സാധ്യതകളും വളരെ കുറവാണ്. കൂടാതെ ഈ നിയമം ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ അഥവാ OC കാർഡുള്ളവരെ പറ്റി കൂടി പറയുന്നുണ്ട്. ആരാണ് OC കാർഡുള്ളവരെന്ന് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ഞാൻ നിങ്ങളും ഇന്ത്യൻ പൗരന്മാരാണ്, നമ്മൾ വേറെ രാജ്യത്ത് പോയിട്ട് സെറ്റിൽ ആകുകയാണ്. ഇപ്പോൾ USA എടുക്കുക. അങ്ങനെ അവിടെ നമ്മൾ അവിടുത്തെ പൗരത്വത്തിന് അപേക്ഷിച്ചു, USAയുടെ പൗരത്വം നമുക്ക് ലഭിക്കുകയാണ്. പൗരത്വം ലഭിക്കുന്ന പക്ഷം ഇന്ത്യൻ പൗരത്വം റദ്ദാക്കും. നിങ്ങൾ പിന്നീട് ഇന്ത്യൻ പൗരനല്ല എങ്കിൽ കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു OC കാർഡിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ത്യൻ ഗവൺമെൻറ് നിങ്ങൾക്ക് OC കാർഡ് അപ്രൂവ് ചെയ്ത് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ വിസ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഇന്ത്യയിൽ വന്ന് നിൽക്കാം. ഇന്ത്യയിൽ എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് നിൽക്കാം. വിസ കാലാവധിയോ അങ്ങനത്തെ ക്രൈറ്റീരിയാസ് ഒന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ആ രാജ്യത്തേക്ക് തിരിച്ചു പോകാം, വീണ്ടും വരാം. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വോട്ട് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സാധിക്കില്ല എന്ന് മാത്രം. ഇതാണ് OC കാർഡുള്ളവർക്ക് കിട്ടുന്ന ആനുകൂല്യം. അവർ ഇന്ത്യൻ പൗരന്മാരല്ല, പക്ഷേ അവർക്ക് ഇന്ത്യയിൽ അവർക്ക് ഇഷ്ടം പോലെ താമസിക്കാൻ സാധിക്കും. നിയമത്തിൽ പറയുന്നത് പ്രകാരം ഈ OC കാർഡുള്ള വ്യക്തികളുണ്ടല്ലോ, ഇന്ത്യയിൽ വന്ന ശേഷം ഇവിടെ ഒരുപാട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റാറ്റസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ CAA നിയമത്തിലും കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് അഥവാ ഒഴിവാക്കലുകളുണ്ട്. ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം അനധികൃത കുടിയേറ്റക്കാർക്കുള്ള പൗരത്വ സംബന്ധിക്കുന്ന വ്യവസ്ഥകൾ ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിലെ ഗോത്ര മേഖലകൾക്ക് ബാധകമല്ല എന്നും ഈ നിയമം കൂട്ടിച്ചേർക്കുന്നു. അതായത് ഈ ആദിവാസി മേഖലകളിൽ കർബി ആംഗ്ലോങ് ആസാമിൽ, അതുപോലെ തന്നെ ഗാരോ ഹിൽസ് മേഘാലയയിൽ, ചക്ല ജില്ല മിസോറാമിൽ, ത്രിപുര ആദിവാസി മേഖലകൾ എന്നിവ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ 1873 ബംഗാൾ ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റെഗുലേഷൻ പ്രകാരം ഇന്നർ ലൈൻ പെർമിറ്റിന് കീഴിലുള്ള ഈ പ്രദേശങ്ങൾക്കും ഇത് ബാധകമല്ല. ഈ മാപ്പിൽ കാണുന്നതാണ് ഇന്നർ ലൈൻ പെർമിറ്റിന് കീഴിലുള്ള പ്രദേശങ്ങൾ. CAA പറ്റിയിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കിടക്കാം. ഒന്ന്,
വിമർശിക്കുന്നവരുടെ വാദങ്ങൾ, 2 ഇതിനെ അനുകൂലിക്കുന്നവരുടെ വാദങ്ങൾ. ആദ്യം നമുക്ക് വിമർശിക്കുന്നവരുടെ വാദങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ വിമർശനം, ഇത് മുസ്ലിങ്ങൾക്ക് എതിരാണ് എന്നുള്ളതാണ്. അതായത് CAA പ്രകാരം പരിഗണിക്കുന്നത് മുസ്ലിങ്ങൾ ഇല്ലാത്ത 6 മതവിഭാഗക്കാരെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ, അതായത് ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വത്തിന് ഉള്ള പരിഗണന കൊടുക്കുന്നത് മതേതര രാജ്യത്തിന് ചേർന്നതല്ല എന്നും രാജ്യത്തിൻ്റെ ലിബറലിസം, നീതി, സമത്വം എന്നിവയുടെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കുന്നു എന്നുള്ളതുമാണ് പ്രധാന വിമർശനം. അതായത് ഈ നിയമത്തിൽ പറയുന്ന പ്രകാരം ഈ 3 രാജ്യങ്ങളിൽ നിന്നുമുള്ള മതപരമായിട്ടുള്ള പീഡനം നേരിടുന്നവർക്കാണ് ഇത് സംരക്ഷണം നൽകുക അല്ലേ. പക്ഷേ ഈ വിമർശിക്കുന്നവർ ചോദിക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാനിലെ ഷിയ, ബലൂച്ചി, അഹമ്മദിയ മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ ഹസാരാസ് എന്നിവർക്കും പീഡനം നേരിടുന്നുണ്ട്. പക്ഷേ ഇവർക്ക് പൗരത്വം അപേക്ഷിക്കാൻ ഈ CAA സാധിക്കുന്നില്ല. അവരും മതപരമായിട്ടുള്ള പീഡനം നേരിടുന്ന മതന്യൂനപക്ഷങ്ങളല്ലേ. പക്ഷെ അവർക്കും എന്തുകൊണ്ട് ഈ CAA പൗരത്വം അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട വാദമാണ്. അതുപോലെ തന്നെ ശ്രീലങ്കയിലും മ്യാൻമറിലും അഭയാർത്ഥികളായി കഴിയുന്ന റോഹിംഗ്യൻ മുസ്ലിംസും ഉണ്ട്, തമിഴന്മാരുമുണ്ട്. ഇവരെന്തുകൊണ്ട് ഈ നിയമപ്രകാരം പരിഗണിക്കുന്നില്ല? മറ്റ് 3 രാജ്യങ്ങൾ പരിഗണിച്ചല്ലോ. ശ്രീലങ്കയും മ്യാൻമറും നമ്മളുടെ അയൽ രാജ്യങ്ങളല്ലേ, അവരും പീഡനം നേരിടുന്ന ന്യൂനപക്ഷങ്ങളല്ലേ, എന്തുകൊണ്ട് അവരെയും കൂടെ പരിഗണിച്ചുകൂടാ എന്നുള്ളതാണ് അടുത്ത വിമർശനം. ഇപ്പോൾ ഇത്രയും പറഞ്ഞ പോയിന്റുകളാണ് അത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്നുള്ളൊരു വാദം വരുന്നത്. അടുത്ത രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ, ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 വയലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ആർട്ടിക്കിൾ 14 ലംഘിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ആർട്ടിക്കിൾ 14 നോക്കുവാണെങ്കിൽ, ഇന്ത്യൻ മഹാരാജ്യത്തുള്ള ഏതൊരു വ്യക്തിക്കും തുല്യ അവകാശങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണല്ലേ. പക്ഷേ ഇന്ത്യയിലെത്തുന്ന അത് നിയമവിരുദ്ധമായിട്ട് കുടിയേറിയവർക്കാണെങ്കിലും അവർക്കും ഇത് ബാധകമല്ലേ. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് തുല്യതയില്ലാതെ വരിക? അപ്പോൾ ആർട്ടിക്കിൾ 14 നിലനിൽക്കെ ഇന്ത്യ രാജ്യത്തുള്ള അനധികൃത കുടിയേറ്റക്കാരാണെങ്കിലും അവർക്കും തുല്യമായിട്ടുള്ള നിയമങ്ങളും ഭരണഘടനയുമാണ് ബാധകമായിട്ടുള്ളത്. അപ്പോൾ അവരെങ്ങനെയാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് പൗരത്വം കൊടുക്കാൻ പറ്റുക? അത് ആർട്ടിക്കിൾ 14 ലംഘനമല്ലേ എന്നാണ് ചോദിക്കപ്പെടുന്നത്. അടുത്ത കാര്യം, എന്തുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ഈ CAA-നെ എതിർക്കുന്നത്? മറ്റൊന്നുമല്ല, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. ബംഗ്ലാദേശിൽ നിന്നുമുള്ള ഒരുപാട് അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാർ അങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ജനതയുടെ ആശങ്ക എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിയമം നിലവിൽ വരികയാണെങ്കിൽ ആ ഒരു വ്യക്തികൾക്കെല്ലാം തന്നെ, അതായത് ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായിട്ട് കുടിയേറിയ ആയിരക്കണക്കിന് വ്യക്തികൾക്ക് ഈ പൗരത്വം ലഭിക്കുകയും അവർക്ക് ഗവൺമെന്റ് ജോലിയിലേക്ക് അടക്കം ആക്സസ് കിട്ടുകയും ചെയ്യും. പിന്നീട് അവർക്ക് ഗവൺമെന്റ് ജോലിക്ക് അപേക്ഷിക്കാം. അങ്ങനെ ഒരു പൗരന് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും കിട്ടും, ഇന്ത്യൻ പൗരന് കിട്ടുന്ന അവകാശങ്ങൾ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വലിയൊരു ഭീഷണിയായി മാറിയേക്കില്ലേ? കാരണം അവിടെയാണ് ഏറ്റവും ആൾക്കാർ തിങ്ങിക്കൂടുന്നത്, അനധികൃത കുടിയേറ്റക്കാർ. അവർ പൗരന്മാരായിട്ട് ഞങ്ങളുടെ തന്നെ സംസ്ഥാനങ്ങളിൽ താമസിക്കുകയാണ്. ഞങ്ങൾക്കോ ഇവിടെ ജോലിയോ വിദ്യാഭ്യാസമോ സർക്കാർ കോട്ടകളോ ഒന്നും ലഭിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ അവർക്ക് കൂടിയിട്ട് സർക്കാർ കോട്ടകളിലേക്ക് അപേക്ഷിക്കാനും സർക്കാർ വിദ്യാഭ്യാസം നേടാനും അല്ലെങ്കിൽ മറ്റ് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ നേടാനിരിക്കെ ഞങ്ങൾക്കുള്ള തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ ഉപജീവന അവസരങ്ങൾ നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഞങ്ങളുടെ തദ്ദേശ സംസ്കാരത്തിന് ശോഷണം സംഭവിക്കും. അവിടെ സെപ്പറേറ്റ് കൾച്ചറാണല്ലോ, ആ കൾച്ചർ ആകെപ്പാടെ നശിക്കുന്നൊരവസ്ഥയിലേക്ക് പോകും. ഇതൊക്കെയാണ് ഇവരുടെ ആശങ്കകൾ. മാത്രമല്ല, ഇത് ആസാം അക്കോർഡ് ഉടമ്പടി അക്ഷരാർത്ഥത്തിൽ ലംഘിക്കുന്ന ഒന്നാണ്. എന്താണ് ആസാം അക്കോർഡ് എന്ന് നോക്കുവാണെങ്കിൽ, ഇത് സൈൻ ചെയ്യപ്പെടുന്നത് രാജീവ് ഗാന്ധി നയിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ AASU എന്ന് പറയും. ഡേറ്റ് മാർച്ച് 24, 1971. ഈ ഒരു ഉടമ്പടി പ്രകാരം ഈ ഡേറ്റിനപ്പുറം ആസാമിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ അനധികൃത കുടിയേറ്റക്കാരെയും ഡീപ്പോർട്ട് ചെയ്യണം. അതായത് പൗരത്വം കൊടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, രാജ്യത്തിന് പുറത്ത് കടത്തിയേ പറ്റൂ എന്നൊരു ഉടമ്പടിയായിരുന്നു ഇത്. അതിന് അക്ഷരാർത്ഥത്തിലും ആത്മാവിലും ലംഘിക്കുന്നതല്ല ഈ ഒരു നിയമം എന്നാണ് ഇവർ ചോദിക്കുന്നത്. CAA എന്താണ് ചെയ്യുന്നത്? 1971 മാർച്ച് 24 എന്നുള്ളത് 2014 ഡിസംബർ 31 ആക്കിയില്ലേ? അതായത് ഈ വർഷങ്ങളിലുള്ളിൽ എല്ലാം എൻ്റർ ചെയ്ത ആൾക്കാർക്ക് പൗരത്വം കൊടുക്കാൻ പോവുക എന്ന് പറയുമ്പോഴേക്കും അന്ന് ഒപ്പിട്ട ഈ ആസാം അക്കോർഡിന് എന്താണ് പ്രസക്തി? ഇതാണ് ഒരു രാജ്യത്തിൻ്റെ വ്യവസ്ഥ. ഞങ്ങൾ ഉടമ്പടി പ്രകാരം ഒപ്പുവെച്ചതല്ലേ, അതെങ്ങനെ നിങ്ങൾക്ക് തെറ്റിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ വാദം. അതുപോലെ തന്നെ ഈ നിയമം നിലവിൽ വരുന്നതോട് കൂടിയിട്ട് ഒരുപാട് ബംഗ്ലാദേശി പൗരന്മാർക്ക് പൗരത്വം ലഭിക്കും. അതോടൊപ്പം ഒരുപാട് പേര് വീണ്ടും ഈ ഒരു ആസാമിലേക്ക് വരികയും അവർ പണ്ട് മുതലേ ഇവിടെ താമസിച്ചിട്ടുള്ളവരാണെന്നുള്ള കള്ളരേഖ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവരുടെ ആശങ്കകളാണല്ലോ. എന്തായാലും അങ്ങനെ ചെയ്തില്ലെങ്കിൽ കൂടിയിട്ട് നിലവിലുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക്, ആസാമിലുള്ളവർക്ക് പൗരത്വം ലഭിക്കുമല്ലോ. ഇത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും. അതുപോലെ തന്നെ നമുക്ക് തന്നെ നമ്മുടെ സർക്കാരിനെ വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു പവർ നമുക്കുണ്ടല്ലോ, ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പവർ നമുക്കുണ്ട്. ഈ പവർ ശോഷിക്കും. ഞങ്ങളുടെ സംസ്ഥാനത്തിൻ്റെയും അതുവഴി ഈ രാജ്യത്തിൻ്റെയും ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നത് അന്യദേശക്കാരായേക്കാവും എന്നൊരു ഭയവും ഇവർക്കുണ്ട്. നിയമാനുസൃത പൗരന്മാരായി മാറുന്ന ഈ അനധികൃത കുടിയേറ്റക്കാരുണ്ടല്ലോ, ആസാമിൽ വരുന്നവർ, അവർ തങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ പോലും പിടിച്ചു കുലുക്കാൻ ശേഷിയുള്ളവരായി മാറിയേക്കാം എന്നുള്ളതാണ് ഇവരുടെ ഭയം.
തീർച്ചയായിട്ടും ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ. കാനഡ എടുത്ത് നോക്കിയാൽ പോരെ, അവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ സിഖുകാർക്ക് അവിടെ വലിയ രാഷ്ട്രീയ സ്വാധീനമാണുള്ളത്. ജസ്റ്റിൻ ട്രൂഡോയൊക്കെ പോലും സിഖുകാർ ആ ഒരു വളരെ കുറച്ച് ശതമാനമേ ഉള്ളൂ പാർലമെന്റിൽ പോലും. പക്ഷേ അത് ന്യൂനപക്ഷമായതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ പ്രീണനം എന്നുള്ള രീതിയിൽ അവിടെ നടക്കുന്ന ഖലിസ്ഥാനി ഭീകരവാദത്തിനെതിരെ പോലും ട്രൂഡോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അതൊക്കെ അവരുടെ അവകാശം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ ശേഷിയുള്ളവരായി മാറിയേക്കാം ഇവരെന്നുള്ളൊരു ഭയമാണ് ആസാം ജനതയ്ക്കുള്ളത്. CAA ചുറ്റിപ്പറ്റിയിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ. ഒന്നാമത്തെ കാര്യം, CAA ജൂതന്മാരെയും നിരീശ്വരവാദികളെയും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റ് രാജ്യങ്ങളിൽ പീഡനം നേരിടുന്ന ജൂതന്മാരുണ്ട്, CAA ജൈനന്മാരെയാണ് പരിഗണിക്കുന്നത്. ഈ 6 മതവിഭാഗങ്ങളിൽ ജൂതന്മാരില്ല. അതുപോലെ തന്നെ നിരീശ്വരവാദികളില്ലേ, നിരീശ്വരവാദികളും ഈ രാജ്യങ്ങളിൽ മതപരമായിട്ടുള്ള പീഡനം അഥവാ റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്നുണ്ട്. അവരെയൊന്നും ഈ ഒരു നിയമം പരിഗണിക്കുന്നില്ല. അതുപോലെ തന്നെ CAAയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങളെയാണ്. നമുക്കത് മാത്രമല്ലല്ലോ അയൽ രാജ്യങ്ങളുള്ളത്. ശ്രീലങ്കയുണ്ട്, അതുപോലെ തന്നെ അതിർത്തി പങ്കിടുന്ന മ്യാൻമർ ഉണ്ട്, ഭൂട്ടാനുണ്ട്, നേപ്പാളുണ്ട്. ഇവിടെയും മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന മത ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർ കാണത്തില്ല, അല്ലെങ്കിൽ ഒരു മതത്തിലും വിശ്വസിക്കാത്ത നിരീശ്വരവാദികളൊക്കെ കാണത്തില്ല. എന്തുകൊണ്ട് ഈ രാജ്യങ്ങളെയൊന്നും പരിഗണിക്കുന്നില്ല എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ഇവിടെ ഭൂട്ടാനിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ അയൽ രാജ്യമാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണലി ഭരണഘടനാപരമായിട്ട് ഒരു റിലീജിയസ് സ്റ്റേറ്റ് ആണ്. ഒഫീഷ്യൽ റിലീജിയൻ എന്ന് പറയുന്നത് വജ്രയാന ബുദ്ധിസമാണ്. ഇവിടെ ബുദ്ധിസവുമായി ബന്ധപ്പെട്ടല്ലാത്ത മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കുന്നത് വിലക്കിയിട്ടുണ്ട്. കൃത്യമായി പറയുവാണെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് നോൺ ബുദ്ധിസ്റ്റ് റിലീജിയസ് ബിൽഡിംഗ്സ് ഈസ് പ്രൊഹിബിറ്റഡ്. ആൻഡ് അടുത്തൊരു കാര്യം പറയുവാണെങ്കിൽ മറ്റ് മതപരമായിട്ടുള്ള ആഘോഷങ്ങൾ ഉണ്ടാകുമല്ലോ, ആഘോഷങ്ങൾ നടത്തുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. ടോട്ടൽ ബാൻ അല്ല, നിയന്ത്രണങ്ങളുണ്ട്. അതായത് മതപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്, പക്ഷേ ഭൂട്ടാനെ വരെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നൊരു കാര്യമാണ് ഈ വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഇത് റിലീജിയസ് പെർസിക്യൂഷൻ അഥവാ മതപരമായിട്ടുള്ള പീഡനത്തെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. മറിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട പീഡനമുണ്ട്, പൊളിറ്റിക്കൽ പെർസിക്യൂഷൻ, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള പീഡനം. അത് രാഷ്ട്രീയ പാർട്ടിയുടെ ആകാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ഐഡിയോളജിയെ പിൻപറ്റിയിട്ടുള്ളതാകാം. എന്താണെങ്കിലും മറ്റ് രാജ്യങ്ങളെല്ലാം അയൽ രാജ്യങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയപരമായിട്ട് വലിയ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കുന്നവരില്ലേ. അവർ അഭയാർത്ഥികളായി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പൗരത്വം കൊടുക്കാത്തത്? എന്തുകൊണ്ട് റിലീജിയസ് പെർസിക്യൂഷന്റെ കാര്യം മാത്രം പറയുന്നു എന്നൊരു പോയിന്റ് ഉണ്ട്. അതുപോലെ മറ്റൊരു ഉദാഹരണം പറയാം. മ്യാൻമറിൽ നിന്ന് മതപരമായിട്ടുള്ള പീഡനം നേരിട്ട് ഇന്ത്യയിലേക്ക് അഭയാർത്ഥിയായിട്ട് വരുന്ന ഒരു റോഹിംഗ്യൻ മുസ്ലിമിന് ഈ നിയമപ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷേ ബംഗ്ലാദേശിൽ നിന്ന് ഒരു തരത്തിലുള്ള മതപരമായിട്ടുള്ള പീഡനം നേരിടാതെ അനധികൃത കുടിയേറ്റക്കാരനായിട്ട് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാണെങ്കിൽ അവർക്ക് ഈ CAA പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കാൻ പറ്റുന്നു. അപ്പോൾ ആരാണ് ഇവിടെ ശരിക്കും മതപരമായിട്ടുള്ള പീഡനം നേരിട്ടത്? മതപരമായിട്ട് ഒരിക്കലും പീഡനം നേരിടാത്ത ഈ ഒരു വ്യക്തിക്ക്, ഈ ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വ്യക്തിക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാൻ പറ്റുന്നു. മതപരമായിട്ടുള്ള യഥാർത്ഥ മതപരമായിട്ടുള്ള പീഡനം നേരിട്ട റോഹിംഗ്യൻ മുസ്ലിമിന് അപേക്ഷിക്കാൻ പറ്റുന്നുമില്ല. ഇനി നമുക്ക് CAA പിന്തുണയ്ക്കുന്നവരുടെ വാദങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ കാര്യമായിട്ട് അവർ ചോദിക്കുന്നത്, CAA നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റ് രാജ്യങ്ങൾ, അതായത് ഈ 3 രാജ്യങ്ങളിൽ മതപരമായിട്ടുള്ള റിലീജിയസ് പെർസിക്യൂഷൻ നേരിടുന്ന 6 മതവിഭാഗക്കാർക്ക് നമ്മളിവിടെ അഭയം കൊടുക്കുകയാണ്, നമ്മളിവിടെ പൗരത്വം കൊടുക്കുകയാണ്. അതൊരു നല്ല കാര്യമായിട്ടല്ലേ കൂട്ടേണ്ടത് എന്നുള്ളതാണ്. അടുത്ത പോയിന്റ്, അഹമ്മദികൾക്കും റോഹിംഗ്യൻസിനും നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ ഡോക്യുമെന്റുമായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറലൈസേഷൻ ഉണ്ട്, അതായത് സ്വാഭാവികവൽക്കരണത്തിലൂടെ ഒരു ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കാം. അതിൽ ഒരു തടസ്സവും ഇല്ല എന്നുള്ളതാണ്. ഇനി ഷിയ മുസ്ലിംസിനെ സംബന്ധിച്ച് ഇവർ പറയുന്നത്, ഒരു ഷിയ മുസ്ലിം മതപരമായിട്ടുള്ള പീഡനം നേരിടുകയും ഇന്ത്യയിൽ അഭയാർത്ഥിയായിട്ട് കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കേസ് സ്പെഷ്യലായിട്ട് പരിഗണിച്ച് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ, അതായത് ആ കേസിൻ്റെ യോഗ്യതയും സാഹചര്യവും പരിഗണിച്ച് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവരുടെ വാദം. ഇനി ബലൂചിസ്ഥാനിലെ അഭയാർത്ഥികളെ സംബന്ധിച്ച് ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് വിട്ട് ഒരു സ്വതന്ത്ര ദേശമാക്കണം എന്നുള്ളത് അവിടെയുള്ള ആൾക്കാരുടെ ഒരുപാട് വർഷത്തെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തികളെ CAAയിൽ ഉൾപ്പെടുത്തുന്നത് പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യങ്ങൾ ഉൾപ്പെടുന്നതിന് തുല്യമാണെന്നുള്ളൊരു വാദവും ഇവർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അതിനാൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ താമസിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള പൗരന്മാർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് CAA ഒരു തടസ്സമായിട്ട് ഒരിക്കലും മാറുന്നില്ല. അത് അഭയാർത്ഥികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ട് പോകുന്നത്. ഇവർ പറയുന്നതാണ് കേട്ടോ, ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതായത് അവിടെയുള്ള പൗരന്മാർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ പറ്റത്തില്ല എന്നൊരു നിലയിലേക്ക് പറഞ്ഞു വരുത്തുന്നുണ്ട്. അതല്ല സത്യം, അഭയാർത്ഥി വിഭാഗം മാത്രമാണ് പരിഗണിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ രാജ്യത്ത് ഒരു തെറ്റിദ്ധാരണ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്, അതായത് ഇത് രാജ്യത്തെ പൗരന്മാർക്ക് എഗെയിൻസ്റ്റ് ആണെന്നുള്ളത്. അത് ഞാൻ സെപ്പറേറ്റ് മാറ്റി പറയുവാണെങ്കിൽ ഇത് നമ്മളെ ആരെയും തന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇത് നമ്മളുടെ പൗരത്വത്തെയോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും അവകാശത്തെയോ ചോദ്യം ചെയ്യുന്ന കാര്യമല്ല. അനധികൃതമായിട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവരെ സംബന്ധിക്കുന്ന ഒരു നിയമം മാത്രമാണ് CAA. അത് ഒരു ഇന്ത്യൻ പൗരനെയും ഒരു തരത്തിൽ ബാധിക്കാനും പോകുന്നില്ല. ഇനി സപ്പോർട്ട് ചെയ്യുന്നവരുടെ അടുത്ത പോയിന്റുകൾ, ന്യൂനപക്ഷങ്ങൾ അപ്ലൈ ചെയ്താൽ ഉടനെയൊന്നും അവർക്ക് പൗരത്വം ലഭിക്കില്ല. ഒരുപാട് ന്യൂനപക്ഷങ്ങളിൽ പെടുന്ന ആൾക്കാരില്ല, അവർ അപ്ലൈ ചെയ്താലൊന്നും പെട്ടെന്ന് അങ്ങോട്ട് പൗരത്വം എടുത്ത് കൊടുക്കുകയല്ല.
1955 പൗരത്വ നിയമത്തിൽ പറയുന്ന പ്രകാരം ഒരുപാട് ക്രൈറ്റീരിയ ഇവർ ഫോളോ ചെയ്യേണ്ടതുണ്ട്. സ്വഭാവ സവിശേഷതകളും ഇന്ത്യയിലെ ഭൗതികവും നിയമപരവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ, അതായത് ഈ രാജ്യത്തെ ലോ ആൻഡ് ഓർഡർ ഒക്കെ കൃത്യമായിട്ട് പാലിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമേ അവർക്ക് പൗരത്വം കൊടുക്കൂ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അടുത്തത് ഇവർ ഉയർത്തി കാണിക്കുന്നത് ഹാരിസ് സാൽവെയുടെ വാദങ്ങളാണ്. അദ്ദേഹം എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിലെ വളരെ പ്രഗത്ഭനായിട്ടുള്ള അഡ്വക്കേറ്റ് ആണ്. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന പ്രകാരം ഈ ആക്ട് CA നിയമം എന്നുള്ളത് ഒരിക്കലും മുസ്ലിം വിരുദ്ധമല്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പരിഗണിച്ചിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ 3 രാജ്യങ്ങളും ഇസ്ലാമിക് കൺട്രീസ് ആണെന്നും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ രാജ്യങ്ങളിൽ മറ്റു മതവിഭാഗങ്ങളിൽപ്പെടുന്ന ആൾക്കാർക്ക് ക്രൂരമായിട്ടുള്ള അവഗണനയും പീഡനവും നേരിടുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാവുന്നതാണ്. നമുക്ക് ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ടാണ് ഇവരെ പരിഗണിക്കപ്പെടുന്നത്. മറ്റ് രാജ്യങ്ങളിലെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി അഭിസംബോധന ചെയ്യുകയല്ല CAയുടെ ലക്ഷ്യമെന്നാണ് ഹാരിസ് സാൽവെ തന്റെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം സാൽവെ കൂട്ടിച്ചേർത്തത്, ഒരു രാജ്യത്ത് നടക്കുന്ന ഒരു പ്രശ്നത്തെ പറ്റിയിട്ട് അഭിസംബോധന ചെയ്യുവാണെങ്കിലും മറ്റെല്ലാ രാജ്യങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് അഭിസംബോധന ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതിന്റെ ബാധ്യത അവിടെ വരുന്നില്ല എന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഇത്രയും പറഞ്ഞത് സപ്പോർട്ട് ചെയ്യുന്നവരുടെ മുസ്ലിങ്ങൾക്കെതിരല്ല എന്നുള്ള വാദമാണ്. അടുത്ത വാദം, ഇതേ കൂട്ടരുടെ വാദം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആർട്ടിക്കിൾ 14 എഗെയിൻസ്റ്റ് അല്ല. നമ്മൾ ഇതിനെ എതിർക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ആർട്ടിക്കിൾ 14 എഗെയിൻസ്റ്റ് ആണെന്നുള്ള കാര്യമാണല്ലോ. ആർട്ടിക്കിൾ 14 എതിരല്ല എന്നുള്ളതാണ് ഇവർ വാദിക്കുന്നത്. അതിന്റെ കാരണമായിട്ട് ഇവർ പറയുന്നത്, പൗരത്വത്തെയോ അല്ലെങ്കിൽ വിദേശികൾ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളോ അല്ലെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളോ ഒക്കെ തന്നെ ഒരു സോവറിൻ സ്പേസ്, ഒരു പരമാധികാര പ്രദേശമായിട്ടാണ് കോടതികൾ ഭൂരിഭാഗ സമയങ്ങളിലും കാണാറുള്ളത്. ഇങ്ങനത്തെയുള്ള കാര്യങ്ങളിൽ കോടതികൾ അധികം ഇടപെടാറില്ല. അത് മടി കാണിക്കും. അത് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനങ്ങൾ ആയിട്ടാണ് കോടതി ഉൾക്കൊള്ളുക അല്ലെങ്കിൽ കാണുക എന്നുള്ളതാണ് വാദം. ഈ വാദങ്ങളെ പിന്താങ്ങിക്കൊണ്ട് അവർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് 2 കോടതി ജഡ്ജ്മെന്റ് ആണ്. വർഷം 1997 മദ്രാസ് ഹൈക്കോടതിയിലെ ഡേവിഡ് ജോൺ ഹോപ്കിൻസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസുണ്ടായിരുന്നു. അതിന്റെ വിധി പ്രസ്താവനയിലും മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിദേശ പൗരന് ഇന്ത്യൻ പൗരത്വം നിഷേധിക്കാനുള്ള അവകാശം പാർലമെന്റിലുണ്ടെന്നും അത് ആർട്ടിക്കിൾ 14 പരിധിയിൽ വരുന്ന കാര്യവുമല്ല എന്നുള്ളതാണ്. അതായത് പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൗരത്വ നിഷേധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആർട്ടിക്കിൾ 14 പരിധിയിൽ വരുന്നില്ല എന്നുള്ളൊരു കോടതി വിധി ഓൾറെഡി നിലനിൽക്കുന്നുണ്ട് എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. അടുത്തതും സമാനമായിട്ടുള്ള ഒരു സുപ്രീം കോടതി വിധിയാണ്. വർഷം 1991 ലൂയിസ് ഡി റൈഡ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം, വിധി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിദേശ പൗരന്റെ അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി മാത്രമാണ് ഒരു വിദേശ പൗരന്റെ അവകാശമായിട്ട് പറയാൻ പറ്റുക. അല്ലാതെ ഇവിടെ സിറ്റിസൺഷിപ്പ്, പൗരത്വം ലഭിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ അടിസ്ഥാന അവകാശങ്ങളിൽ പെടുന്ന ഒന്നല്ല എന്നാണ് സുപ്രീം കോടതി കൂട്ടിച്ചേർത്തത്. സമാനമായിട്ടുള്ള വിധി തന്നെയാണ് 2024 ജനുവരി മാസത്തിൽ ഡൽഹി ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു വിദേശ പൗരന്റെ അവകാശം ആർട്ടിക്കിൾ 21 മാത്രം ഒതുങ്ങുന്നതാണ്, ബാക്കിയൊന്നും അദ്ദേഹത്തിന്റെ അവകാശമായിട്ട്, അതായത് റൈറ്റ് ഓഫ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഒരു വിദേശ പൗരൻ ഇല്ല എന്നുള്ളത്. അടുത്തത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഇത് എതിർക്കുന്നവരുടെ വാദത്തിലെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആസാം അക്കോർഡ് ആക്ടിന്റെ വയലേഷൻ എന്നുള്ളത്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനും നാട് കടത്തുന്നതിനും ആസാം അക്കോർഡിൽ വെച്ചിട്ടുണ്ടായിരുന്ന കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് വർഷം 1971 മാർച്ച് 24 ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവരുടെ വാദം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോർട്ടേഴ്സിന്റെ വാദം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, CAA എന്ന് പറയുന്നത് രാജ്യത്തുടനീളം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ലോ ആണ്. അത് ഒരു സംസ്ഥാനത്തെ മാത്രമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലോയെ മറികടക്കുന്നൊന്നുമില്ല. പക്ഷെ രാജ്യത്തുടനീളം നടക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് CAA എന്നുള്ളത്. അത് ആസാം അക്കോർഡിന്റെ പവിത്രതയെ ഒരു തരത്തിലും മങ്ങിക്കുന്നില്ല എന്നുള്ളതാണ് വാദം. തീർച്ചയായിട്ടും CAA എന്നുള്ളത് ആസാം കേന്ദ്രീകൃതമായിട്ടുള്ള ഒന്നല്ല. ഇന്ത്യയിലുടനീളം എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ യൂണിയൻ ടെറിട്ടറീസിനും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് CAA എന്നുള്ളത്. ഒരു സംസ്ഥാന സർക്കാരിനും തങ്ങളുടെ സംസ്ഥാനത്ത് ഞങ്ങൾ ഈ നിയമം നടപ്പിലാക്കില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ബാലിശമായിട്ടുള്ള വാദം മാത്രമാണ്. കാരണം പ്രസിഡന്റ് ഒപ്പുവെച്ച് നിയമമായിട്ടുള്ള ഒന്നാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യമാണ്. ഒന്ന്, നിയമസഭയിൽ പ്രമേയം പാസ്സാക്കുക. അങ്ങനെ പാസ്സാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. രണ്ടാമത്തെ, സുപ്രീം കോടതിയെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള ഒരു വിധി സമ്പാദിക്കുക. ഞങ്ങളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നില്ല, ഓക്കെ, നിങ്ങൾ നടപ്പിലാക്കണ്ട, ഞാനിത് വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പതിച്ചു നൽകിയാൽ മാത്രമേ ഒരു സംസ്ഥാന സർക്കാരിന് അത് തങ്ങളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാതിരിക്കാൻ അനുവാദമുള്ളൂ, അവകാശമുള്ളൂ. അല്ലാത്തടത്തോളം അത് നിയമവിരുദ്ധതയുമാണ്. എന്തായാലും CA പിന്തുണയ്ക്കുന്നവരുടെ വാദങ്ങളിലേക്ക് വരുവാണെങ്കിൽ, ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇപ്പോഴും ഒരുപാട് കുടിയേറ്റക്കാർ ഇങ്ങോട്ട് വരത്തില്ലേ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് പേര് വന്നില്ല, അവർക്കൊക്കെ പൗരത്വം കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമല്ലേ. അതുകൊണ്ട് സപ്പോർട്ടേഴ്സ് പറയുന്നൊരു കാര്യം, അതുകൊണ്ടാണ് ഇത്രയും വർഷം 10 വർഷം പിന്നോട്ട് വെച്ചിട്ടുള്ളത്. 2014 ഡിസംബർ 31
അന്നോ അതിന് മുമ്പോ രാജ്യത്തുള്ളവർക്ക് മാത്രമാണ് പൗരത്വം കൊടുക്കുക. മാത്രമല്ല അവർ അതിനു മുമ്പുള്ള 1 വർഷം ഉണ്ടായിരിക്കണം, അതിനു മുമ്പുള്ള 14 വർഷങ്ങളിൽ 11 വർഷം ഉണ്ടായിരിക്കണം, ഇവിടുത്തെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നവരായിരിക്കണം. അങ്ങനത്തെ ഒരുപാട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ പൗരത്വം ലഭിക്കത്തുള്ളൂ എന്നുള്ളതാണ് പിന്തുണയ്ക്കുന്നവരുടെ വാദം. അതുപോലെ ഈ നിയമത്തിനെ എതിർക്കുന്നവരുടെ പ്രധാനപ്പെട്ട ചോദ്യത്തിന്, അതായത് എന്തുകൊണ്ട് ഈ 3 രാജ്യങ്ങളെ മാത്രം പരിഗണിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് സപ്പോർട്ടേഴ്സ്, അനുകൂലികർ ഉത്തരം പറയുന്നത് ഇപ്രകാരമാണ്. ഈ 3 രാജ്യങ്ങളും ഒരു കാലത്ത് 3 രാജ്യങ്ങൾ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒക്കെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഈ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് നാഗരിക ബന്ധങ്ങളാണുള്ളത്, അതുകൊണ്ട് പരിഗണിക്കുന്നു. മാത്രമല്ല ഈ രാജ്യത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ചരിത്രാതീത കാലം മുതൽ എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെയൊക്കെ ഒരു 100 വർഷം മുമ്പ് ഈ ന്യൂനപക്ഷങ്ങളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഉയർന്നതായിരുന്നു. പിന്നീട് ആ പോപ്പുലേഷൻ കുറഞ്ഞു വന്നു. അത് മറ്റുള്ളവരുടെ പോപ്പുലേഷൻ കൂടിയ കൊണ്ടുള്ള കുറവല്ല, ഇവരുടെ എണ്ണത്തിൽ നമ്പർ ഓഫ് ഈ മൈനോറിറ്റീസിൽ ഗണ്യമായിട്ടുള്ള കുറവുകൾ അവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഒക്കെ ഒരു 100 വർഷം മുമ്പുള്ള ഈ മത ന്യൂനപക്ഷങ്ങളുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ശതമാനം പറയാത്തത് മറ്റുള്ളവരുടെ ശതമാനം കൂടിയാൽ തീർച്ചയായിട്ടും ഈ ശതമാനം കുറയുമല്ലേ. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണം എന്ന് പറയുന്നത്, ഈ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗണ്യമായിട്ടുള്ള കുറവ് വന്നിട്ടുണ്ട്. എത്ര വലിയ ഗണ്യമായിട്ടുള്ള കുറവ് തന്നെയാണ് വന്നിട്ടുള്ളത്. ആ ഒരു കാര്യമാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നെഹ്റു ലിഖായത്ത് കരാറാണ്. ന്യൂനപക്ഷങ്ങളുടെ അവകാശവും സുരക്ഷയും സംബന്ധിച്ച് അന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ പ്രധാനമന്ത്രിമാരായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും ലിഖായത്ത് അലി ഖാനും കൂടി വർഷം 1950 ഡൽഹിയിൽ വെച്ചിട്ട് ഒരു കരാർ ഒപ്പിടുകയാണ്. അതാണ് പിൽക്കാലത്ത് നെഹ്റു ലിഖായത്ത് കരാർ എന്ന് അറിയപ്പെട്ടത്. വിഭജനത്തെ തുടർന്ന് 2 രാജ്യങ്ങളിലുമുള്ള ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു കരാർ ആവശ്യമുണ്ടെന്ന് തോന്നി. അതന്ന് അവിടെ നടന്നിട്ടുള്ള പലതരത്തിലുള്ള ആക്രമണങ്ങളും പ്രശ്നങ്ങളൊക്കെ മൂലമാണ് തോന്നിയത്. പ്രധാനമായിട്ടും ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമോ എന്നുള്ളൊരു ഭയം 2 രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളുടെ മനസ്സിലുണ്ടായി. അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു കരാറിലേക്ക് വഴിവെച്ചത്. ഈ ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട 4 പോയിന്റുകൾ നോക്കുകയാണെങ്കിൽ, അഭയാർത്ഥികളായിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ രാജ്യത്ത് അവരുടെ സ്വത്തുക്കൾ ഉണ്ടാകുമല്ലോ, ആ സ്വത്തുക്കൾ വിനിയോഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മടങ്ങാൻ അനുവദിക്കുക. രണ്ടാമത്തത് തട്ടിക്കൊണ്ടുപോയ സ്ത്രീകളെയും കൊള്ളയടിക്കപ്പെട്ടിട്ടുള്ള സ്വത്തുക്കളും തിരികെ കൊടുക്കുക. മൂന്നാമത്തത് നിർബന്ധിത മതപരിവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടാൻ പാടുള്ളതല്ല. 4 ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഊട്ടിയുറപ്പിക്കപ്പെടുക. ഇന്ത്യയും പാകിസ്ഥാനും എന്താണ് സമ്മതിച്ചത്? 2 ഗവൺമെന്റുകളും സമ്മതിച്ച കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്നുള്ളതായിരുന്നു. റൈറ്റ് ടു സിറ്റിസൺഷിപ്പ്, അതായത് മതം നോക്കാതെയുള്ള പൗരത്വം കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ റൈറ്റ്സ്, ബാക്കി എല്ലാ റൈറ്റ്സും, റൈറ്റ്സ് ടു ഫ്രീഡം, റൈറ്റ്സ് ടു റിലീജിയൻ, ജീവൻ, സംസ്കാരം, സ്വത്ത്, വ്യക്തിപരമായ ബഹുമാനം, സഞ്ചാര സ്വാതന്ത്ര്യം, അതുപോലെ റൈറ്റ് ടു സ്പീച്ച്, റൈറ്റ് ടു വർഷിപ്പ്, സബ്ജക്ട് ടു ലോ ആൻഡ് മൊറാലിറ്റി. അതായത് അവിടുത്തെ നിയമത്തിനും ധാർമ്മികതയ്ക്കും അടിസ്ഥാനപ്പെടുത്തിയിട്ട് എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷണം കൊടുക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും 2 രാജ്യങ്ങളും എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന ജനങ്ങൾക്ക് അവിടുത്തെ ഗവൺമെൻറ് ഓഫീസുകളിലെ സ്ഥാനം വഹിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ സേവനം നടത്താനോ സായുധ സേനകളിൽ ആർമി, നേവി, എയർഫോഴ്സിലൊക്കെ ജോലി ചെയ്യാനോ അതിനൊന്നും യാതൊരു തടസ്സം ഉണ്ടായിരിക്കുന്നതല്ല. ഭൂരിപക്ഷങ്ങളെ പോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കും എല്ലാ കാര്യങ്ങളും രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെയും ധാർമ്മികതയുടെയും അടിസ്ഥാനത്തിൽ ചെയ്യാമെന്നുള്ളതായിരുന്നു 2 രാജ്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നത്. 2 രാജ്യങ്ങളൊക്കെ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു, ന്യൂനപക്ഷങ്ങളെ മൊത്തത്തിൽ സംരക്ഷിച്ചു കൊള്ളാമെന്നും പറഞ്ഞിട്ട്. പക്ഷേ ഇതൊക്കെ നടപ്പിലായോ? ഒരിക്കലുമില്ല. ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ള ലിഖായത്ത് അലി ഖാനെ 1951 ഒക്ടോബർ മാസത്തിൽ ചില ആൾക്കാർ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് മറ്റേ ശ്രീനഗറിൽ ഹസ്രത് ബുള്ളിൽ ഒരു ഹോളിക്, ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു സാധനം മോഷണം പോകുകയെന്ന് ആരോപിച്ച് പിന്നീട് അങ്ങോട്ട് നടന്നിട്ടുള്ള വലിയൊരു കമ്മ്യൂണൽ റയോട്ടായിരുന്നു കിഴക്കൻ പാകിസ്ഥാനിൽ, ഇന്നത്തെ ബംഗ്ലാദേശാണ്. അവിടെ വലിയ കമ്മ്യൂണൽ വയലൻസ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് മൈനോറിറ്റീസ് അന്ന് കൂട്ടമായിട്ട് ആക്രമിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു, ക്രൂരമായിട്ട് തന്നെ കൊല്ലപ്പെട്ടു. അന്ന് നെഹ്റുവിൻ്റെ ഗവൺമെൻറ്, നെഹ്റുവിൻ്റെ ആഭ്യന്തരമന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഈ മൈനോറിറ്റീസ്, ഹിന്ദുസ് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിക്കുകയാണ്. അവരോട് നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ അവിടെ തന്നെ നിന്നുകൊണ്ട് വെട്ടുകൊണ്ട് ചത്തോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അവരിങ്ങോട്ട് ക്ഷണിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നെഹ്റു ലിഖായത്ത് കരാർ പറയാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമിത്ഷാ ഈ CAA സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും പാർലമെൻറ്റിൽ ഈ ലിഖായത്ത് കരാറിൻ്റെ കാര്യം പറയുകയുണ്ടായി. അതായത് ലിഖായത്ത് കരാർ നടപ്പിലാക്കിയിട്ട് എന്തായി? ഇതൊക്കെ നടപ്പിലായോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് തന്നെ പറയേണ്ടി വന്നു അവിടെ ഹിന്ദുക്കൾ ക്രൂരമായിട്ടുള്ള റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്നുണ്ടെന്നും അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ തിരിച്ച് അവിടെ തന്നെ വെട്ടുകൊണ്ട് മരിച്ചോ എന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെയാണ്. അങ്ങനെ പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പാർലമെൻറ്റിൽ പറയുന്നതും കേൾക്കാം.
എന്തായാലും ഇത്രയൊക്കെയാണ് സി എ പറ്റിയിട്ടുള്ള എല്ലാ വാദങ്ങളും എന്ന് പറയും. നമ്മൾ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. ആരാണ് പൗരൻ, ആരാണ് ഇന്ത്യൻ പൗരൻ തുടങ്ങി നെഹ്റു ലിഖായത്ത് കരാർ വരെ കവർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് സി എയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഇതിൻ്റെ നല്ല വശങ്ങൾ എന്താണ്, ഇതിൻ്റെ മോശം വശങ്ങൾ എന്താണ്? നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞോട്ടെ, സി എ എന്നുള്ളത് നമ്മളെ ആരെയും, അതായത് നമ്മൾ ഇന്ത്യൻ പൗരന്മാരെ ബാധിക്കുന്ന കാര്യമേ അല്ല. അത് പലരും പറഞ്ഞു അത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരാണെന്ന്. എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്? നമ്മൾ ഇന്ത്യൻ മുസ്ലിങ്ങളെന്നല്ല, ഇവിടെ മതമുള്ളവരാണെങ്കിലും മതമില്ലാത്തവരാണെങ്കിലും ഒരു ഇന്ത്യൻ പൗരനെയും സംബന്ധിക്കുന്ന കാര്യമേ അല്ല സി എ എന്നുള്ളത്. അത് അനധികൃതമായിട്ട് നമ്മളുടെ രാജ്യത്തേക്ക് കുടിയേറിയ വിദേശികളെ സംബന്ധിക്കുന്ന കാര്യമാണ് ഈ സി എ എന്നുള്ളത്. അതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ. പ്ലീസ് സൈനിങ് ഔട്ട്.